നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇറാനിലേക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നത് തടയാൻ അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും ലോക രാജ്യങ്ങളിൽ ഭീകരതയെ പിന്തുണക്കുന്ന ആദ്യ രാജ്യമാണ് ഇറാനെന്നും സൗദി വിദേശകാര്യ സഹമന്ത്രി ആദിൽ ജുബൈർ പറഞ്ഞു. ഇറാൻകാര്യ അമേരിക്കൻ പ്രതിനിധിയും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ മുഖ്യ നയ ഉപദേഷ്ടാവുമായ ബ്രയാൻ ഹുക്കിനൊപ്പം തിങ്കളാഴ്ച റിയാദിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ആദിൽ ജുബൈർ ഇറാനെതിരെ തുറന്നടിച്ചത്. നിരോധനം നീക്കിയാൽ ഇറാൻ കൂടുതൽ ശത്രുത കാണിക്കുമെന്നും ഹിസ്ബുല, ഹൂതികൾ തുടങ്ങിയ തീവ്രവാദ സംഘടനകൾക്ക് ആയുധം നൽകുന്നുണ്ടെന്നും സൗദി അറേബ്യ ആരോപിച്ചു. മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മയക്കുമരുന്ന് നിർമ്മാണ വിതരണ സംഘവുമായി ഇറാൻ ഇടപെടൽ നടത്തുന്നുണ്ട്. സിറിയയിലും ലോകത്തും ഇറാൻ തീവ്രവാദ ഗ്രൂപ്പുകളെ ആയുധമാക്കുകയാണ് എന്നും സൗദി അറേബ്യ ആരോപിക്കുന്നു. ഇറാൻ ഹൂതികളെ പിന്തുണയ്ക്കുകയാണ്. സൗദിയിലെ സിവിലിയന്മാർക്ക് നേരെ 1659 ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തിയത്. ഇറാന്റെ ആക്രമണ നടപടികളെ അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത സൗദി വിദേശകാര്യ സഹമന്ത്രി എടുത്തു പറയുകയും ചെയ്തു. ബ്രയാൻ ഹൂക്കിനൊപ്പം യമനിലെ ഇറാന്റെ ഇടപെടലും ക്രിമിനൽ പ്രവർത്തനങ്ങളും അവലോകനം ചെയ്തിട്ടുണ്ട്. ഇറാനിലേക്ക് ആയുധ വിതരണം തടയാൻ അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സൗദിയുമായുള്ള സഹകരണം അമേരിക്ക തുടരുമെന്നും ബ്രയാൻ ഹുക്ക് വ്യക്തമാക്കി. ഇറാനിൽ നിന്ന് വ്യത്യസ്തമായി സൗദി അറേബ്യ രാജ്യത്തെ ജനങ്ങളുടെ ശോഭനമായ ഭാവിയാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കിരീടാവകാശി അവതരിപ്പിച്ച വിഷൻ 2030 ഞങ്ങൾ പിന്തുണയ്ക്കുകയാണ്. ഇറാനെതിരെ ആയുധ നിരോധനം പിൻവലിക്കരുതെന്നും ഹുക്ക് അഭിപ്രായപ്പെട്ടു. 2016 മുതൽ 400-ലേറെ മിസൈലുകൾ ഹൂതികൾ അയച്ചിട്ടും സൗദി അറേബ്യ രാഷ്ട്രീയ പരിഹാരത്തിനായാണ് ശ്രമിക്കുന്നത്. യമനിൽ യുദ്ധം അവസാനിപ്പിക്കാനാണ് സൗദി ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇറാനാകട്ടെ എപ്പോഴും യുദ്ധമാണ് കൊതിക്കുന്നത്. വാഷിംഗ്ടണും അന്താരാഷ്ട്ര സമൂഹവും യമൻ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. സൗദി അറേബ്യ നടത്തുന്ന ശ്രമങ്ങൾക്ക് പകരം ഇറാൻ യമന്റെ സുരക്ഷ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇടപെടുന്ന രാജ്യങ്ങളെയും ഇറാൻ പിന്തുടരുന്നുണ്ടെന്നും ഹുക്ക് പറഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.